എന്താടാ എന്ത് പറ്റി കിക്കോ? നീ എന്തിനാണ് ഞങ്ങളെല്ലാവരും ഈ സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞത്? മേരങ്കിൾ, എനിക്ക് ചൈനയിൽ നിന്ന് ആരോ കത്തയച്ചിട്ടുണ്ട്. അത് വായിക്കാൻ വേണ്ടിയാ നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. ഇത് കണ്ടോ, സൺ സിറ്റിയിലെ ഹീറോയായ ഇവന് ഒരു സിമ്പിൾ ലെറ്റർ പോലും വായിക്കാൻ അറിയില്ലെന്ന് വെച്ചാ ഇങ്ങോട്ട് താ. ഇത് ചൈനീസിലാണല്ലോ എഴുതിയിരിക്കുന്നത്. എനിക്ക് ചൈനീസ് കഴിക്കാൻ അറിയൂ, വായിക്കാൻ അറിയില്ല. ടോണി ബോസ് എല്ലാ കാര്യത്തിലും എടുത്തു ചാടി ഇറങ്ങും, അവസാനം കുടുങ്ങിപ്പോയി അന്തം വിട്ട് നിൽക്കും. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. വാതിലിൽ വന്ന് ആരെങ്കിലും മുട്ടിയാൽ കട്ട് കട്ട് എന്ന് ശബ്ദം കേൾക്കും. ഇമ്പോസിബിൾ ആയ ജോലി പോസിബിൾ ആയി മാറ്റുന്നത് അവനെ ഡിറ്റക്റ്റീവ് ചട്ട്പട്ട് എന്ന് പറയും. അതിതാ ഞാൻ വായിക്കാം. ഈ ലെറ്റർ ചൈനയിലെ വലിയ കുംഫു മാസ്റ്റർ ലീ കീക്കോക്ക് വേണ്ടി എഴുതിയിരിക്കുകയാണ്. കീക്കോയുടെ സഹായം ചോദിച്ച്. എന്ത് മാസ്റ്റർ കീക്ക് കീക്കോയുടെ സഹായം ആവശ്യമുണ്ടെന്നോ? പക്ഷെ അദ്ദേഹം കുംഫുവിലെ വലിയ ഗുരുവല്ലേ? അതിപ്പോ രണ്ട് വാക്കിൽ പറയണമെങ്കിൽ വേൾഡ് ഫേമസിനെക്കാളും വളരെ വളരെ ഫേമസ്, വെരി വെരി ഫേമസ്, യൂണിവേഴ്സ് ഫേമസ്. ഏതാണ്ട് എന്റെ വിശപ്പ് പോലെ. ഞാനിപ്പോ അല്പം കഴിച്ചോട്ടെ. മാസ്റ്റർ ലീക്ക് ചൈനയിൽ ഒരു വലിയ കുങ്ഫു സെന്റർ ഉണ്ട്. അവിടെ ആയിരക്കണക്കിന് ട്രെയിനിങ് സ്റ്റുഡൻസ് ഉണ്ടല്ലോ. അങ്ങനെയുള്ളപ്പോ എന്നെ എന്തിനാ അങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം ചൈനയിലേക്ക് പോയാലേ കിട്ടൂ. അതിമനോഹരമായിരിക്കുന്നു. ഒരൊറ്റ വാക്കിൽ പറയണമെങ്കിൽ പീസ്ഫുൾ. എന്ത് പറയുന്നു ഡോഡോ? എന്റെ ദൈവമേ, ഇവരെന്താ വന്നതും എല്ലാം തകർത്ത് തരിപ്പണമാക്കുന്നത്? അയ്യോ അയ്യോ, ഈ സ്റ്റുഡൻസ് ഇവിടെയുള്ള പീസ് എല്ലാം എന്തിനാ എങ്ങനെ പീസ് പീസ് ആക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത്. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? നിങ്ങളുടെ പ്രശ്നം എന്താ? പ്രശ്നമുണ്ട്, ഇപ്പൊ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. എന്റെ പല്ല് പോയേ. ഇനിയിപ്പോ ഞാൻ എങ്ങനെ ആഹാരം കഴിക്കുന്നത്? നിങ്ങൾ എന്തിനാ ഡോഡോയെ തല്ലിയത് പറയൂ. ഇപ്പൊ നിങ്ങൾ എല്ലാരും ഡോഡോയുടെ ഒരു വാക്ക് പറഞ്ഞേ പറ്റൂ. സോറി. സോറി ഞങ്ങള് പറയില്ല, നിങ്ങളാ പറയാൻ പോകുന്നേ. കുട്ടികൾ, സ്ത്രീകൾ, മുതിർന്നവർ, ഇവർക്ക് നേരെ ഒരിക്കലും കൈനീട്ടരുത്. മനസ്സിലായല്ലോ? വീക്കായിരിക്കുന്നവൻ ഞാൻ പേടിപ്പിക്കും, സ്ട്രോങ് ആയിട്ടുള്ളവനെ എടുത്തിട്ട് പന്താടും ഞാൻ. മാസ്റ്റർ ഡാങ് പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠം ഇത് തന്നെയാണ്. നിനക്ക് എത്ര ധിക്കാരമുണ്ടെങ്കിലും എന്റെ സ്റ്റുഡൻസിനോട് നീ ഇങ്ങനെ സംസാരിക്കും. ഗുഡ് മോർണിംഗ് മാസ്റ്റർ ഡാങ്. ഫൈറ്റ് തുടങ്ങിയത് ഞാനല്ല. ഫൈറ്റ് നിങ്ങളുടെ സ്റ്റുഡൻസ് ആണ് തുടങ്ങിയത്. പിന്നെ കീക്കോ ചെയ്ത കാര്യത്തെ രണ്ട് വാക്കിൽ പറയണമെങ്കിൽ ദി എൻഡ്. ദി എൻഡിനെക്കാളും ഭയങ്കര എൻഡാണ്. അതിഭയങ്കര എൻഡ്. ഞാനൊരൽപ്പം കഴിച്ചോട്ടെ. ഞങ്ങളിവിടെ മാസ്റ്റർ ലീയെ കാണാനാണ് വന്നത്. അദ്ദേഹത്തിന്റെ കുങ്ഫു സെന്റർ ഇവിടെയല്ലേ ഉള്ളത്? എന്താ ശരിയല്ലേ? ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. ഇതിപ്പോ എന്റെ സ്ഥലമാണ്, അതായത് മാസ്റ്റർ ഡാങ്ങിന്റെ കുംഫു സെന്റർ. അപ്പോ മാസ്റ്റർ ലീ എവിടെയുള്ളത്? അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. നിങ്ങളും ഈ ലോകത്ത് നിന്ന് പെട്ടെന്ന് കാണാതെ പോകുന്നതിന് മുൻപ് ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. സോറി മാസ്റ്റർ ഡാങ്, മാസ്റ്റർ ലീയെ കാണാതെ ഞങ്ങൾക്ക് ഇവിടുന്ന് പോവാൻ കഴിയില്ല. തീർച്ചയായിട്ടും പോവില്ല, ഒരിക്കലും പോവില്ല. എന്നാ ശരി കീക്കോ, നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ. എന്താ, നീ എന്റെ കൂടെ ഫൈറ്റ് ചെയ്യൂ. ഒരുപക്ഷെ നീ വിജയിച്ചാൽ നീ പറയുന്ന എന്തും ഞാൻ ചെയ്യാം. ഒരുപക്ഷെ ഞാൻ വിജയിക്കുകയാണെങ്കിൽ നീ നിന്റെ കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് ഇവിടം വിട്ട് ഈ നിമിഷം പോയേക്കണം. സമ്മതമാണെങ്കിൽ പറയൂ. ചാലഞ്ച് ഓക്കേ. പക്ഷെ ഞാൻ വീണ്ടും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്ത് ചോദിക്കുകയാണ്, ഇതുപോലൊരു ഫൈറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എക്സ്ക്യൂസ് പറയുന്നത് എനിക്കിഷ്ടമല്ല. പറ്റുമെങ്കിൽ എന്നെ അറ്റാക്ക് ചെയ്ത് കാണിക്കേ. ശരി, പക്ഷെ നിങ്ങൾ വീക്കായ ആളുകളുടെ മേത്ത് കൈവയ്ക്കുന്നത് വളരെ തെറ്റാണ്. അതെന്നും ഓർമ്മയിരിക്കട്ടെ. കീക്കോ ഫൈറ്റ് ഫോർ ദ റൈറ്റ്. കീക്കോ, വെറുതെ സംസാരിച്ച് നീ സമയം കളയണ്ട. ധൈര്യമുണ്ടെങ്കിൽ ഫേസ് ടു ഫേസ് അറ്റാക്ക് ചെയ്ത് കാണിക്കേ.
അപ്പൊ നിനക്ക് മനസ്സിലാവും നീ ധൈര്യശാലിയാണെങ്കിൽ ഫൈറ്റ് ചെയ്ത് കാണിക്കേ. വീക്ക് ആയിട്ടുള്ളവരെ ഞാൻ പേടിപ്പിക്കും, സ്ട്രോങ് ആയിട്ടുള്ളവരെ എടുത്തിട്ട് പന്താടും ഞാൻ. മാസ്റ്റർ ഡാങ്, ഞാൻ ശരിക്കൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കും. ഇപ്പൊ മാസ്റ്റർ ഡാങ് ചെയ്ത കാര്യമുണ്ടല്ലോ, അത് 2 വാക്കിൽ പറയണമെങ്കിൽ ബാങ് ബാങ്. എന്റെ ദൈവമേ, ഒരുപാട് ഈഗിൾസ് ഈ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണല്ലോ. കേക്കോ, ഞാൻ സമ്മതിച്ചു, നോർമൽ കുംഫുയിൽ നീ എന്നെക്കാളും ബെറ്റർ ആണ്. ഇപ്പൊ നമുക്ക് നോക്കാം എന്റെ ഈ സ്പെഷ്യൽ സ്റ്റൈൽ ഓഫ് കുംഫുവിനെ നീ എങ്ങനെ ഫേസ് ചെയ്യുന്നു നമുക്ക് നോക്കാം. വീക്ക് ആയിരിക്കുന്നവരെ ഞാൻ പേടിപ്പിക്കും, സ്ട്രോങ് ആയിരിക്കുന്നവരെ ഞാൻ എടുത്തിട്ട് പന്താടും. മാസ്റ്റർ ഡാൻ, അങ്ങനെ പാഠം പഠിപ്പിക്കുന്നവനാണ് ഞാൻ. നീ എന്താ സൂപ്പർ സ്പീഡോ ഇനിയും വിളിക്കാതിരിക്കുന്നത്? വേണ്ട മേയർ അങ്കിൾ, ഇത് ഒറിജിനൽ ഈഗിൾസ് ആണ്. സൂപ്പർ സ്പീഡോ ഇങ്ങോട്ട് വന്നാ ഇവർക്ക് മുറിവേൽപ്പെടും. ബേർഡ്സിനെ മുറിവേൽപ്പിക്കുന്നതല്ല എന്റെ ലക്ഷ്യം. മറ്റൊരു കാര്യം, ഇതെന്റെ പേഴ്സണൽ ഫൈറ്റ് ആണ്. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വേണം ഇതിൽ ഫൈറ്റ് ചെയ്യാൻ. അയ്യോ കേക്കോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? മമ്മി, എന്റെ കീക്കോയ്ക്ക് ശക്തി കൊടുക്കൂ. മര്യാദയ്ക്ക് ആ ചെക്കനെ ഇവിടുന്ന് പൊക്കിക്കൊണ്ട് പോയിക്കോ. വീണ്ടും ഈ പ്രദേശത്ത് ഒരിക്കലും നിങ്ങളെ കണ്ടുപോകരുത്. സൂപ്പർ മാസ്റ്റർ ഡാങ്, നിങ്ങൾ കലക്കി കളഞ്ഞു. നിങ്ങൾ കീക്കോയെ തോൽപ്പിച്ചിരിക്കുകയാണ്. നീ പറഞ്ഞത് ശരിയാണ്. ഈഗിളിന്റെ മുകളിൽ ചാടി കയറി എന്ന് ഫൈറ്റ് ചെയ്യുന്ന ആ സ്പെഷ്യൽ ടെക്നിക് ഞാൻ ലീഡ് അടുത്ത് നിന്നാണ് പഠിച്ചത്. ഇക്കാര്യത്തിൽ എന്നെ ആർക്കും തോൽപ്പിക്കാനാവില്ല. മാസ്റ്റർ ലീക്ക് മാത്രമേ അതിന് കഴിയൂ. പക്ഷേ മാസ്റ്റർ ലീക്ക് ഒരുപാട് വയസ്സായി പോയില്ലേ? ഇനി അദ്ദേഹം എങ്ങനെയാ നിങ്ങളുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത്? അയാൾ വന്ന് എന്നോട് ഫൈറ്റ് ചെയ്യില്ല. പക്ഷെ അയാൾ ഈ ടെക്നിക്ക് മറ്റുള്ള ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാൻ ചാൻസസ് ഉണ്ടല്ലോ. അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. അയാൾ ഈ ടെക്നിക്ക് വേറെ ആർക്കും പഠിപ്പിച്ചു കൊടുക്കരുത്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് മാസ്റ്റർ ലീ ഒരു സ്ഥലത്ത് അറസ്റ്റ് ചെയ്ത് വെക്കാൻ പറഞ്ഞത്. അയ്യോ, എന്തൊക്കെയോ സംഭവിച്ചു പോയി. കഴിഞ്ഞ ഫൈറ്റിൽ കീക്കോയെ ഒരുത്തൻ തോൽപ്പിച്ചു കളഞ്ഞില്ലേ? ടെമ്പോണ്ണ, അത് വളരെ സ്പെഷ്യലായ ഒരു ടെക്നിക്കാണ്. അതിന് തിരിച്ചടി കൊടുക്കാനുള്ള ഒരു മെത്തേഡും എന്റെ കയ്യിലില്ല. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം മാസ്റ്റർ ലീയെ കണ്ടെത്തണം. എനിക്ക് തോന്നുന്നു അദ്ദേഹം എന്തോ അപകടത്തിൽ കുടുങ്ങിയിട്ടുണ്ടെന്നാ. പക്ഷേ നമ്മൾ എങ്ങനെയാ അദ്ദേഹത്തെ തേടി കണ്ടെത്തുക? അതിനൊരു വഴിയുണ്ട്. ഇങ്ങോട്ട് നോക്ക്, ഗൂഗിളില് മാസ്റ്റർ ലീന്റെ വീട് അഡ്രസ് ഉണ്ട്. ദി ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയുടെ അടുത്തൊരു ഗ്രാമമില്ലേ, അവിടെയാണ് അദ്ദേഹത്തിന്റെ വീടുള്ളത്. വരൂ, നമുക്കെന്നാൽ അങ്ങോട്ട് പോകാം. അവിടെ ചെന്നാൽ മാസ്റ്റർ ലീയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടും. ഗുഡ് മോർണിംഗ്. ഇത് മാസ്റ്റർ ലീയുടെ ഗ്രാമമല്ലേ? ആ അതെ, പക്ഷെ ഇപ്പോഴദ്ദേഹം ഇവിടെയല്ല താമസം. അല്ല, നിങ്ങളൊക്കെ ആരാണ്? മാത്രമല്ല, നിങ്ങളെന്തിനാ മാസ്റ്റർ ലീയെ അന്വേഷിക്കുന്നത്? എന്റെ പേര് കീക്കോ. ഞാൻ സൺസിറ്റിയിൽ നിന്നാണ് വരുന്നത്. നീയാണോ കീക്കോ? മാസ്റ്റർ ലീ പറഞ്ഞിരുന്നു നീ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിരുന്നു. മാസ്റ്റർ ലീ ഇപ്പൊ എവിടെ ഉണ്ടെന്ന് അറിയാമോ? ഒരു മിനിറ്റ്, ഞങ്ങൾ ഇപ്പൊ തന്നെ നിന്നെ മാസ്റ്റർ ലീയുടെ അടുത്തേക്ക് കൊണ്ടുപോകാം. കൂട്ടിക്കൊണ്ടു പോവാനോ? ഹാ, അപ്പൊ ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞേക്ക് കള്ളമാണോ? മാസ്റ്റർ ലീ ഇവിടെ അല്ലെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ വിചാരിച്ചത് നിങ്ങൾ മാസ്റ്റർ ഡാങ്ങിന്റെ ആളാണെന്നാ. ഒരുപാട് ദിവസമായിട്ട് മാസ്റ്റർ ലീയുടെ ആൾക്കാരെ ഫോളോ ചെയ്ത് വരികയാണ്. അയാളെ പിടിച്ച് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുക. പക്ഷേ ഇപ്പൊ മാസ്റ്റർ ലീ എവിടെയാ ഉള്ളത്? മാസ്റ്റർ ലീയെ മാസ്റ്റർ ഡാങ്ങിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ ഒരു കിടറ്റിനകത്ത് മറച്ചു വെച്ചിരിക്കുകയാണ്.
ഗുഡ് മോർണിംഗ് മാസ്റ്റർ ലീ. ഇവിടെ എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? ആ കത്ത് ഞാൻ തന്നെയാണ് നിനക്കത് അയച്ചത് കീക്കോ. എനിക്ക് സ്വന്തമായിട്ടൊരു കുംഫു ട്രെയിനിങ് സെന്റർ ഞാൻ നടത്തുകയായിരുന്നു. അവിടെ എന്റെ സ്റ്റുഡൻസിന് വളരെ വ്യത്യസ്തമായ ഒരു കുംഫു ട്രെയിനിങ് ആണ് ഞാൻ പഠിപ്പിച്ചത്. അക്കൂട്ടത്തിൽ എന്റെ ഒരു ബെസ്റ്റ് സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, മാസ്റ്റർ ഡാങ്. അതിനുശേഷം ആ മാസ്റ്റർ ഡാങ് എന്നെ എന്റെ ട്രെയിനിങ് സെന്ററിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞു. അവൻ ആ സ്ഥലം മുഴുവൻ അപഹരിച്ചെടുത്തു. മാത്രമല്ല, അവനിപ്പോൾ കൊച്ചുകുട്ടികൾക്ക് തെറ്റായ കാര്യങ്ങളുമാണ് പഠിപ്പിക്കുന്നത്. വീക്കായ ആളുകളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു, അവരെ അറ്റാക്ക് ചെയ്യാൻ പഠിപ്പിക്കുന്നു. അങ്ങനെ തന്നെയാണ് അവൻ ഡോഡോയെ അറ്റാക്ക് ചെയ്തത്. ആയുധം കൈയില്ലാത്തവനെയും പാവങ്ങളെയും ടോർച്ചർ ചെയ്യുന്നവനെ ഒരിക്കലും വെറുതെ വിടരുത്. എന്ന് വെച്ചാൽ സാർ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ വലിയ കുംഫു ഗുരു അല്ലേ? പിന്നെന്താ നിങ്ങൾ മാസ്റ്റർ ഡാങ്ങിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാതിരിക്കുന്നേ? കാരണം എനിക്കിപ്പോൾ ഒരുപാട് പ്രായമായില്ലേ. എനിക്ക് കുംഫു പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും, പക്ഷേ എനിക്കാരോട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. മാസ്റ്റർ ഡാങ് അവനൊരു ഗാങ് റെഡിയാക്കിയിരിക്കുകയാണ്. ടോട്ടൽ ലോകത്തെയും ഭരിക്കാൻ ശ്രമിക്കുകയാണ്. മാസ്റ്റർ ഡാങ്ങുമായിട്ട് ഫൈറ്റ് ചെയ്യാനാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് വരുവാൻ പറഞ്ഞത്. നീ മാസ്റ്റർ ഡാങ്ങിനെ കുംഫു ഫൈറ്റിൽ തോൽപ്പിക്കണം. പക്ഷേ മാസ്റ്റർ ലീ, എനിക്ക് മാസ്റ്റർ ഡാങ്ങിന്റെ ആ ഈഗിൾ ഫൈറ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ആ ഫൈറ്റ് അറിയില്ല. ഈഗിൾ ഫൈറ്റ് ടെക്നിക് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം, അതേ കിക്കോ. പക്ഷേ നീ മാസ്റ്റർ ഡാങ്ങിനെ വെറുതെ തോൽപ്പിച്ചിട്ട് കാര്യമില്ല. ടോട്ടൽ ലോകത്തിന് മുൻപിൽ വെച്ച് അവന്റെ ധിക്കാരത്തെ നീ തകർക്കണം. ഇനിയും ഏതാനും ദിവസങ്ങളിൽ മാസ്റ്റർ ഡാങ് വലിയൊരു കുംഫു കോമ്പറ്റീഷൻ നടത്താൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതിൽ ഫൈറ്റേഴ്സ് ഒക്കെ തമ്മിൽ ഫൈറ്റ് ചെയ്യും. ആരാണോ ജയിച്ച് മുന്നിൽ നിൽക്കുന്നത് അവരവസാനം മാസ്റ്റർ ഡാങ്ങുമായി ഫൈറ്റ് ചെയ്യണം. അയ്യോ അയ്യോ, എനിക്കത് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ കീക്കോയും ഫൈറ്റിംഗ് മെത്തേഡ്സ് എല്ലാം പഠിക്കാൻ പോവാണോ? ടെമ്പോ അണ്ണാ, ഏത് പ്രായത്തിലും ആർക്ക് വേണമെങ്കിലും എന്തും പഠിക്കാം. അതിന് പ്രായം ഒരിക്കലും തടസ്സമാവില്ല. ഒരൊറ്റ വാക്കിൽ പറയണമെങ്കിൽ ലേണിംഗ്. നീ പറഞ്ഞത് ശരിയാ ട്വിങ്കിൾ. മാസ്റ്റർ ലീ, പ്ലീസ് നിങ്ങൾ അതെനിക്ക് പഠിപ്പിച്ചു തരുമോ? നീ ഇപ്പം അത് പഠിക്കണമെങ്കിൽ എനിക്ക് ആ സ്പെഷ്യലി ട്രെയിൻഡ് ഈഗിൾസ് ആവശ്യമാണ്. അതെല്ലാം ഇപ്പോൾ ആ മാസ്റ്റർ ഡാങ്ങിന്റെ കയ്യിലാണുള്ളത്. നോ പ്രോബ്ലം മാസ്റ്റർ ലീ, ഈഗിൾസിനെ ഞാൻ ഉടനെ അറേഞ്ച് ചെയ്യാം. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ, സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 222. ഓക്കെ ബഡി, ഫോർമുല 222 ആക്ടിവേറ്റ് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ തന്നെ റോബോട്ടിക് ഈഗിൾസിനെ റെഡിയാക്കി തരാം. കീക്കോ, ഇപ്പോൾ നീ ഈ പറക്കുന്ന ഈഗിൾസിന്റെ മുകളിൽ ചാടിക്കയറണം. ഒറ്റക്കാലിൽ നിൽക്കുവാൻ പ്രാക്ടീസും ചെയ്യണം. ഒരു പ്രശ്നവുമില്ല കീക്കോ, വീണ്ടും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യൂ. മാസ്റ്റർ ലീ, മാസ്റ്റർ ലീ, എനിക്ക് ശരിക്കും ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ല, അതങ്ങനെയല്ല. കീക്കോ, നീ അത് വേറൊരു മെത്തേഡ് യൂസ് ചെയ്ത് പഠിക്കണം. കീക്കോ, നീ ആദ്യം നിന്റെ കാലിലെ 2 ഫിംഗേഴ്സ് വെച്ച് നിൽക്കാൻ പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് ജമ്പ് ചെയ്ത് അതേ ടോസിൽ നിൽക്കുവാനും പഠിക്കണം. സൂക്ഷിച്ച് ചെയ്യണം. നിന്റെ മൈൻഡ് ആൻഡ് ബോഡി നിന്റെ കൺട്രോളിലായിരിക്കണം. ദേ ഈ ഫെദർ പോലെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം.
നീ വേറൊരു കാര്യവും ഓർക്കേണ്ടതാണ്. ഈഗിൾസ് ലെഫ്റ്റ് ടേൺ ചെയ്യുമ്പോൾ അപ്പോൾ നീ റൈറ്റ് സൈഡിലുള്ള വിങ്ങിലാണ് ലാൻഡ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നിനക്ക് ബാലൻസ് ചെയ്യാൻ പറ്റൂ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് മാസ്റ്റർ ലീ. ഞാൻ മെഡിറ്റേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കീക്കോ, നീ ഈഗിൾ ഫൈറ്റ് ടെക്നിക് വളരെ ഈസിയായി പഠിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിനക്ക് വേറൊരു വ്യത്യസ്തമായ കാര്യം പഠിപ്പിച്ചു തരാം. മാസ്റ്റർ ഡാങ്ങിന്റെ കൂടെ നീ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നിനക്കത് തീർച്ചയായിട്ടും ആവശ്യം വരും. അതായത് മാസ്റ്റർ ഡാങ്ങിന്റെ കൂടെ നീ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നീ നിന്റെ കണ്ണുകളെ കൊണ്ട് കാണുന്നതിന് പകരം ചെവികളെ ഡിപ്പെൻഡ് ചെയ്യണം. ആ സമയത്ത് മാസ്റ്റർ ഡാങ് ശ്വസിക്കുന്ന ശബ്ദം നിനക്ക് കേൾക്കാൻ പറ്റും. അത് ബേസ് ചെയ്ത് നീ അവനെ അറ്റാക്ക് ചെയ്യണം. പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഈ ചിലങ്കയുടെ ശബ്ദം നല്ലോണം ശ്രദ്ധിക്കേ. ഇപ്പോൾ നീ മാസ്റ്റർ ഡാങ്ങുമായി ഫൈറ്റ് ചെയ്യുവാൻ എല്ലാ രീതിയിലും റെഡിയാണ്. എന്റെ ദൈവമേ, ഇവിടെ ഒരുപാട് ഫൈറ്റേഴ്സ് വന്നിട്ടുണ്ടല്ലോ. ഞാനൊരൽപ്പം കഴിച്ചോട്ടെ. വേൾഡ് കുംഫു ചാമ്പ്യൻഷിപ്പിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും എത്തിയിരിക്കുന്ന കുംഫു ഫൈറ്റേഴ്സ് തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. അതിനുശേഷം ലാസ്റ്റിൽ ആരാണോ വിൻ ചെയ്യുന്നത് അവർ ഈ ചാമ്പ്യൻഷിപ്പിൽ വിൻ ചെയ്യണമെങ്കിൽ അവസാനമായിട്ട് എന്റെ കൂടെ ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. മാസ്റ്റർ ലീ, ഇന്ന് നിങ്ങൾ എന്റെ മുൻപിൽ വന്ന് വളരെ വലിയൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നത്. വീക്ക് ആയിട്ടുള്ളവരെ ഞാൻ പേടിപ്പിക്കും, സ്ട്രോങ് ആയിട്ടുള്ളവരെ ഞാൻ എടുത്തിട്ട് പന്താടും. മാസ്റ്റർ ഡാങ്, ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠം അതാണ്. ആരാണ് തെറ്റ് ചെയ്തതെന്ന് കുറച്ച് സമയത്തിനുള്ളിൽ നീ തന്നെ മനസ്സിലാക്കും. കീക്കോ, എന്റെ ട്രെയിനിങ് സെന്റർ വീണ്ടെടുക്കണം. എന്നിട്ട് ആ മാസ്റ്റർ ഡാങ്ങിനെയും തോൽപ്പിക്കണം. കുംഫു ആർട്ടിന്റെ ശരിക്കുള്ള മെത്തേഡ് ജനങ്ങളെയൊക്കെ പഠിപ്പിക്കണം. അതൊക്കെ നിന്റെ കയ്യിലാണുള്ളത്. ഞാൻ ശ്രമിക്കാം മാസ്റ്റർ. നിങ്ങളുടെ സ്വപ്നം സഫലമാക്കാൻ ഞാൻ ശ്രമിക്കാം. സൺ സിറ്റിയിൽ നിന്നും എത്തിയിരിക്കുന്ന കിക്കോ ലൈനായിട്ട് വളരെ വലിയ ചാമ്പ്യൻസിനെ പോലും എടുത്ത് പഞ്ഞിക്കിട്ടിരിക്കുക. ചൈനയിലെ ജനങ്ങൾ കിക്കോക്ക് ഫുൾ സപ്പോർട്ട് നൽകുകയാണ്. ഇപ്പോൾ നടന്ന ഈ ലാസ്റ്റ് ഫൈറ്റിൽ കിക്കോ തന്റെ എല്ലാ എതിരാളികളെയും അടിച്ച് പുറത്തിട്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോ കുങ്ഫു വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ജയിക്കാനായിട്ട് കിക്കോ മാസ്റ്റർ ഡാങ്ങിനോട് ഫൈറ്റ് ചെയ്യേണ്ടി വരും. അത് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല.
എനിക്ക് തോന്നുന്നത് മാസ്റ്റർ ലീ കീക്കോക്ക് ഈഗിൾ ഫൈറ്റ് നന്നായി പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ്. ആ എങ്കിൽ ഇപ്പൊ നമുക്കൊരു കൈ നോക്കാം. എന്റെ ലാസ്റ്റ് അതിഭയങ്കരമായ അറ്റാക്ക് ഇവൻ എങ്ങനെ ഫേസ് ചെയ്യും? ഈഗിൾസ് വളരെ വേഗത്തിൽ പറന്നുകൊണ്ടിരിക്കുക. എന്റെ കണ്ണിനകത്ത് മുഴുവൻ പൊടി വീണു. എനിക്കൊന്നും ശരിക്കും കാണാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെയാ ഫൈറ്റ് ചെയ്യാ? മാസ്റ്റർ ലീ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അവസ്ഥ ഏർപ്പെടുമ്പോ ചെവികളുടെ പവർ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ ആ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു. ഫുട്ബോൾ മാച്ചിൽ കബഡി കബഡി എന്ന് പറഞ്ഞ ഒരു ഗോൾ കീപ്പർ എല്ലാ സുമേഷിനെ ബൗണ്ട് ആക്കി കളഞ്ഞു. എന്താ ഈ പിച്ച് പേര് പറയുന്നത്? സാറ് ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. അങ്ങനെ ഫൈനൽ സ്റ്റേജിൽ കിക്കോ മാസ്റ്റർ ഡാങ്ങിനെ തന്നെ തോൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ കിക്കോ ഈ വേൾഡ് കുങ്ഫു ചാമ്പ്യൻഷിപ്പിൽ വിന്നർ ആയിരിക്കുകയാണ്. സോറി മാസ്റ്റർ ലീ. മാസ്റ്റർ ഡാങ് പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ഞങ്ങളെല്ലാവരും വളരെ തെറ്റാണ് ചെയ്തത്. പ്ലീസ് ഞങ്ങളോട് ക്ഷമിക്കണം. അതൊന്നും സാരമില്ല കുട്ടികളെ. മനുഷ്യരായാൽ തെറ്റ് ചെയ്യുന്നവരായിരിക്കും. അത് സ്വാഭാവികമാണ്. നല്ല മനുഷ്യൻ ആരാണെന്നറിയോ? താൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കിയിട്ട് ആ തെറ്റ് തിരുത്തുവാൻ ശ്രമിക്കുന്നവനാണ് മനുഷ്യൻ. മാസ്റ്റർ ലീ